ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ ചൈനയിലെ റോഡുകളും തെരുവുകളും എത്രത്തോളം മനോഹരമായിട്ടാണ് ചൈന ഗവൺമെൻറ് സൂക്ഷിക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടോൾ ഗേറ്റിലോട്ടാണ്. ഈ ടോൾ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ കാറിൽ ETC കാർഡ് ഉണ്ട് എങ്കിൽ നമുക്ക് ആ ടോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല. നമ്മളവിടെ എത്തുമ്പോഴേക്കും അത് ഓൾറെഡി സ്കാൻ ചെയ്ത് നമുക്ക് ഓപ്പൺ ആക്കി തന്നിരിക്കും. അതുപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക്കും അഡ്വാൻസ്ഡും ആണ്. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇത് നോക്കിക്കേ, എത്രത്തോളം ദൂരത്താണ് ഇതുപോലെ ചെടികൾ വച്ച് പിടിപ്പിച്ചത്. നമ്മുടെ വീട്ടിൽ ഒരു റോസാപ്പൂ ചെടി വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടല്ലേ. ഇത് കിലോമീറ്ററുകളോളം ദൂരമാണ് കേട്ടോ ഇതുപോലെ ചെടികൾ അവർ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സമയവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ഒരുപാട് വണ്ടികളും വരുന്നത് നമുക്കിവിടെ എപ്പോഴും കാണാൻ കഴിയും. അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ റോഡുകളും തെരുവുകളും. ഇത് കണ്ടില്ലേ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെ പോകുമ്പോൾ നമ്മളവിടെ ചെടി നടുന്നതാണ് കാണുന്നത്. വൈകുന്നേരം വരുമ്പോഴത്തേനും ഇവിടെ ഒരു പൂങ്കാവനമായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ടൗണൊന്നും അല്ല, സാധാരണ ഒരു പ്രദേശമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയാണ്. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 വീലറിന് യാത്ര ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇത് സാധാരണ ഒരു സ്ഥലമാണ്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ടൈല് പോലെ ഇട്ടിരിക്കുന്ന സ്ഥലം ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയുള്ള നടപ്പാതയാണ്. ആ നടപ്പാതയുടെ അപ്പുറത്തെ വശത്ത് ഇതുപോലെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആ മഞ്ഞ കളറുള്ള പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടില്ലേ, നല്ല പൂങ്കാവനമാക്കിയിട്ട് ഇവർ മാറ്റിയിട്ടുണ്ടാവും എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ ഇതുവഴി ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയും ചെയ്യും. കാരണം ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ ഇങ്ങനെ പൂക്കൾ വേറെ വേറെ കൊണ്ടുവന്ന് ഇവർ വെച്ചുകൊണ്ടിരിക്കും. അത് പരിപാലിക്കാനും വൈകുന്നേരങ്ങളിലെല്ലാം വെള്ളം ഒഴിക്കാനൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇങ്ങനെ കൊടുക്കുന്നതും കാണാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എവിടെയും നിങ്ങൾക്ക് ഒരു ഫ്ലെക്സും കാണാൻ കഴിയില്ല. ചൈനയിലെ തെരുവുകളിൽ, അതായത് റോഡുകളിൽ സൈൻ ബോർഡുകളും മരങ്ങളും മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ചൈനയിലെ മരങ്ങൾക്ക് ഡ്രിപ്പ് ഇടും. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മരങ്ങൾക്ക് ഡ്രിപ്പ് ഇടും. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം. ഈ മരങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇതുപോലെ ഡ്രിപ്പ് ഇടുന്നത്. എല്ലാ മരങ്ങൾക്കും ഇതുപോലെ ഡ്രിപ്പ് ഇടുന്ന ഒരു കാഴ്ച നമ്മൾക്ക് ചൈനയിലൂടെ യാത്ര ചെയ്യുമ്പം കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളാണ്. ഇതിൽ ചെറിയൊരു പൈസ നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു QR കോഡുണ്ട്. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് ചെറിയൊരു പൈസ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം പോകാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഈസിയാണ്. ഇതാണ് കേട്ടോ ആ QR കോഡ്. ഇതെടുത്ത് നമുക്ക് എവിടെ വേണേലും പോവാം. 2 വീലർ മാത്രമല്ല, ഇവിടെ ഒരുപാട് സൈക്കിളുകളും നമുക്ക് കാണാൻ കഴിയും. ഈ സൈക്കിളിനൊന്നും പൈസയൊന്നും പേ ചെയ്യണ്ട കേട്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോകാം. ആദ്യം ഒരു കാർഡ് എടുത്താൽ മാത്രം മതി. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ റോസാ ചെടികൾ നട്ട് എത്ര അടിപൊളിയായിട്ടാണ് റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, സ്കൂളിലെ ചെറിയ മക്കളെ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് പറയാണ്, അങ്കിളുമാരെ ആൻറ്റിമാരെ നിങ്ങൾ ഹെൽമെറ്റ് ധരിച്ചു മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന്. അപ്പോൾ ഈ മക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഇവരും സ്വയം അറിവ് നേടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ കണ്ട വേറൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ധരിച്ചു പോകുന്നു. അവിടെ ഇന്ത്യക്കാരായ ഒരാൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കാതെ പോയൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾ ആ അങ്കിളിനോട് പറയുന്നുണ്ടായിരുന്നു, അങ്കിളെ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യാവൂ എന്ന്. എന്താലേ, നമ്മുടെ ആൾക്കാർ എവിടെ ചെന്നാലും അതുപോലെ തന്നെയല്ലേ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ ഇത് ചൈനയിലെ ഒരു ബസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ ബസ് സ്റ്റേഷനിൽ ഈ യെല്ലോ കളറിൽ എഴുതിയിട്ടില്ലേ, അവിടെ ബസ്സുകൾക്ക് മാത്രമേ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ നമ്മുടെ കാറൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്. ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഇരിപ്പിടമുണ്ട്, വേസ്റ്റ് ഇടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. നിങ്ങൾ നോക്കിക്കേ, ഏതെങ്കിലും വണ്ടികൾ ഈ യെല്ലോ ഇതിലോട്ട് ഒരു വണ്ടിക്കും പ്രവേശനമില്ല. അതാ ഒരു ബസ് വരുന്നുണ്ട്. ബസ്സുകൾ ഇതുപോലെ ആ യെല്ലോ ലൈനിൻ്റെ ഉള്ളിൽ നിർത്തും. ഇവിടെ ആളുണ്ടേലും ഇല്ലേലും ഇവിടുത്തെ ബസ്സുകളെല്ലാം സ്റ്റോപ്പിൽ നിർത്തി ഡോർ ഓപ്പൺ ചെയ്തിട്ടേ പോകുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ബസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു RMB മാത്രം മതി. അത് സിറ്റി മുഴുവൻ നമുക്ക് ഈ ഒരു RMB ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ബസ്സിലുള്ള യാത്ര ഭയങ്കര കൺവീനിയൻ്റ് ആണ്. കാരണം ചൂടുകാലം ആകുമ്പോഴത്തേനും അവർ AC ഇടും, തണുപ്പ് കാലം ആകുമ്പോഴത്തേനും അവർ ഹീറ്ററൊക്കെ ഇടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിലെ യാത്രകൾ ഭയങ്കര സുഖകരമാണ്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ തെരുവുകളൊക്കെ എത്ര നീറ്റാണെന്ന്. നോക്കിക്കേ, റോഡ് നോക്കിക്കോ, മൊത്തം പൂക്കളാണ്. ഒരു വേസ്റ്റോ ഒരു ടിഷ്യൂ പേപ്പർ പോലും ഒരിടത്തും കാണാൻ കഴിയത്തില്ല. മൊത്തം ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയാണ് ഇവരെല്ലാ സ്ഥലങ്ങളും. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കാണിച്ചു തന്നിട്ട് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബസ്സിൽ പോകുന്നതൊക്കെ ഞാനൊരു അടുത്ത വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഇതൊരുപാട് സിറ്റിയോ അങ്ങനെയൊന്നുമല്ല. ഈ സ്ഥലങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേയിലെ റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ ഞാനത് ഫാസ്റ്റായിട്ട് ഓടിച്ചു വിടും, ഒരുപാട് നിങ്ങൾക്ക് കണ്ട് ബോറടിക്കണമെന്ന് വിചാരിച്ച് എത്രയോ കിലോമീറ്റർ ഇപ്പം നമ്മൾ പാസ് ചെയ്ത് വന്നല്ലേ. ഇവിടെ എല്ലാം ഈ റോസപ്പൂ നോക്കിക്ക് എത്ര കിലോമീറ്റർ ദൂരത്തിലാണെന്ന്. ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് കണ്ടാലേ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. എത്രത്തോളം കിലോമീറ്റർ ദൂരെ വരെയാണ് ഈ ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് വന്ന് കാണണം കേട്ടോ. പിന്നെ രാത്രികാലത്തെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയാനില്ല. ഇതൊക്കെ ഒരു റോഡാണ് കേട്ടോ. ലൈറ്റിങ് നോക്കി എത്ര അടിപൊളിയായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നതെന്ന്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വീക്കെൻഡായ പിന്നെ ചൈനീസുകാർ മൊത്തം പുറത്തായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഹാൻജോ നഗരത്തിൻ്റെ ഒരു സിറ്റിസൺ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് രാത്രി കാലങ്ങളിൽ കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ. ഇതിപ്പോൾ നേരിട്ട് കണ്ടാൽ ഇങ്ങനൊന്നുമല്ല, അടിപൊളിയാണ്. പക്ഷേ വീഡിയോയിലൂടെ അത് എത്രത്തോളം എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ കഴിയുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ശരിക്കും രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ കാഴ്ച അതീവ ഗംഭീരമാണ്. എന്ത് രസമാണ് നോക്കിക്കേ, ഓരോ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ ഈ ലൈറ്റിങ്ങിൻ്റെയൊക്കെ. പിന്നെ ഇവിടുത്തെ രാത്രികാലത്തിലെ എല്ലാ ദിവസങ്ങളിലും കാണാറുള്ള ഒരു കാഴ്ചയാണ് 7 മണി സമയമാകുമ്പോൾ ഇതുപോലെ ചൈനക്കാരെല്ലാവരും തെരുവുകളിൽ ഇതുപോലെയുള്ള ഓരോരോ ഡാൻസുകൾ കളിക്കും. ഈ കുഞ്ഞു മോള് തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർ കളിക്കുന്നുണ്ടല്ലേ. ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ചൈനയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. അത് വിമർശനങ്ങളായാലും എന്താണേലും സ്വീകരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.